പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ അമ്മമാരെ ഒന്ന് സമർപ്പിക്കാൻ ഒരു ദിവസം പ്രത്യേകം മാറ്റിവെക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റിലൊന്നാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. തൻ്റെ മകൻ കാരണം അവൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന അനുഗ്രഹപൂർണമായ വചസ്സുകൾ കാരണം, അവൻ്റെ ജീവിതത്തിൻ്റെ നന്മ കാരണം മനുഷ്യർ അവൻ്റെ അമ്മയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞല്ലോ, പരിശുദ്ധ മാതാവിന് കിട്ടിയ ഏറ്റവും മികച്ച കോംപ്ലിമെൻറ്റ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളവ. എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് എന്നാണ് ഒന്ന് അഭിമാനിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരവസരം ഞാൻ കൊടുത്തിരിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അമ്മയുണ്ടെന്നുറപ്പാണല്ലോ. അമ്മയെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ, അമ്മയ്ക്ക് അഭിമാനം കൊടുക്കുന്ന വിധത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരസ്വസ്ഥതയും ഇല്ലാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അമ്മയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞാനൊന്നും ചെയ്യില്ല എന്ന് ഒരു മകൻ ഒരു മകള് തീരുമാനിച്ചാൽ മാത്രം മതി. എൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ, എൻ്റെ അമ്മയ്ക്ക് പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ, അമ്മയെ ഭാരപ്പെടുത്തുന്ന വിധത്തിൽ, അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ ഞാനൊന്നും ചെയ്യില്ല എന്ന് എപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, അവിടെ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാവും, എൻ്റെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാവും. ഈശോയുടെ ജീവിതത്തിലൊന്ന് നോക്കണം. കർത്താവ് പരിശുദ്ധ മാതാവിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അമ്മയുടെ ശിരസ്സുയർന്നു നിൽക്കുന്ന വിധത്തിൽ ലോകത്തിന് മുഴുവൻ മുൻപിൽ അഭിമാനത്തോടുകൂടി തൻ്റെ മകനാണിതെന്ന് വിളിച്ചു പറയുന്ന വിധത്തിൽ ഈശോ ജീവിച്ചിട്ടുണ്ട്. കുറ്റവാളിയായിട്ട് കുരിശിൽ കിടന്നൊരു മകൻ്റെ മൃതദേഹം മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെ തൻ്റെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കാനായിട്ടൊരു അമ്മയ്ക്ക് ബലം കിട്ടിയത് എങ്ങനെയാണ്? നാണക്കേടില്ലാതെ ഈ മകൻ്റെ മൃതദേഹം ഇങ്ങനെ മടിയിൽ വഹിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് ധൈര്യം വന്നേ? എല്ലാ മക്കളെയും അമ്മമാരങ്ങനെ തന്നെ ചെയ്യുമല്ലോ എന്നൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, കുറ്റവാളിയായിട്ട് ജയിലിൽ കിടക്കുന്ന അങ്ങനൊരു മകൻ ഞങ്ങൾക്കില്ല എന്നൊരു കുടുംബം മുഴുവൻ അവനിങ്ങനെ തള്ളിപ്പറയുന്നൊരു കാഴ്ച കണ്ടായിരുന്നു. പാകിസ്ഥാനെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ശരിയാണ്, പാട്രിയോട്ടിസമൊക്കെ പറയുന്ന നേരത്ത് അത് നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പനും അമ്മയൊക്കെ വളരെ വലിയ ദേശഭക്തിയുള്ള മനുഷ്യരാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെങ്കിലും എങ്ങനെയാണ് ഈ മക്കളെ ഇങ്ങനെ തള്ളിപ്പറയാൻ പറ്റണേ? പരിശുദ്ധ മാതാവ് ഇങ്ങനെ മകനെ ഇങ്ങനെ മടിയിലെടുത്ത് വെക്കുന്ന നേരത്ത് ഓർക്കണം, അമ്മയ്ക്കറിയാം ഇവൻ കുറ്റവാളിയല്ല, നേരെ മറിച്ച് ലോകരക്ഷകനാണെന്ന്. തൻ്റെ മകൻ ഏത് വിധത്തിൽ പോകുന്നുവെന്ന് വ്യക്തമായിട്ടറിയാവുന്ന ബോധ്യമുള്ളൊരമ്മ ഇങ്ങനെ മറ്റുള്ളവരെല്ലാവരും കുറ്റവാളിയാണെന്ന് ഉറപ്പിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന നേരത്ത്, നിന്ദിക്കുന്ന നേരത്ത്, കല്ലെറിയുന്ന നേരത്ത്, കുന്തം കൊണ്ട് കുത്തുന്ന നേരത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ മകനെയുമായി കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ അമ്മമാർക്ക് ഇതുപോലൊരു അനുഭവം കൊടുക്കുന്ന വിധത്തിൽ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? എന്തുറപ്പാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇന്ന് അമ്മമാരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളെല്ലാവരും അമ്മമാർക്ക് അഭിമാനം നൽകുന്ന മക്കളായിട്ട് ജീവിച്ച് വളർന്നു വരട്ടെ എന്ന്. അമ്മമാരുടെ കണ്ണീര് വീഴാത്ത ദിവസങ്ങളുണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. നേരെ മറിച്ച് ആ മക്കളെക്കുറിച്ച് അഭിമാനിക്കത്തക്ക വിധത്തിൽ അവരിങ്ങനെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഗസ്തീനോസ് പുണ്യാളനെയൊക്കെ പ്രതി മോണിക്ക പുണ്യവതി ഒരുപാട് കരഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അമ്മയുടെ ഒരു പ്രാർത്ഥന ഏതാണ്? മോനെ, നീ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ എന്നെ അൾത്താരയിൽ ഓർക്കണമേ. അത്രയും അഭിമാനത്തോടുകൂടി തൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് കടന്നു പോകാൻ ആ അമ്മയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണം
തൻ്റെ പഴയകാല ഭൂതകാല ജീവിതത്തിൻ്റെ തിന്മകൾ വിട്ടൊരു മകൻ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരികെ വരുന്നത് കൊണ്ടാണ്. എപ്പോഴൊക്കെ മക്കൾ നന്മയിലേക്കും ആദ്യകാലത്തിൻ്റെ സുഹൃതങ്ങളിലേക്കൊക്കെ തിരികെ വരുന്നോ അവിടെ ഉയർത്തപ്പെടുന്നതും വാഴ്ത്തപ്പെടുന്നതും അമ്മമാരാണെന്നറിയണം. പരിശുദ്ധ മാതാവിന് ഈശോ ഇത്രയും വലിയ കോംപ്ലിമെൻ്റ് കൊടുത്തതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ ഒന്ന് ജീവിച്ചു തുടങ്ങാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മമാരെ വേദനിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ദിവസം നമ്മുടെ ജീവിതം നന്നാവും. ഒരു കവിത ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ തോൽവികളായിരുന്നു. എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ തോൽവികളായിരുന്നു. പണ്ടത്തെ പരീക്ഷാക്കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അമ്മ കാണാതെ ഒളിപ്പിച്ചു വെച്ച പരീക്ഷാ പേപ്പറുകളിലൊക്കെ നമ്മൾ തോറ്റ പരീക്ഷകളായിരുന്നല്ലോ, വിജയിച്ചതൊന്നുമല്ല. എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ തോൽവികളായിരുന്നു. അതോർത്ത് അവർ കണ്ണീരൊഴുക്കിയിട്ടേ ഉള്ളൂ. തങ്ങളെ അഭിമാനം നൽകേണ്ട മക്കള് ഇങ്ങനെ തങ്ങളുടെ ജീവിതത്തിന് അപമാനം വരുത്തി വയ്ക്കുന്ന വിധത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഈ അമ്മമാരുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ വരുന്നൊരു കണ്ണീര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ശാപമല്ല, ഒരിക്കലും തള്ളിക്കളയലല്ല, നേരെ മറിച്ച് കണ്ണീര് വീഴും അവരുടെ. എൻ്റെ അമ്മയുടെ കണ്ണീര് വീഴാത്ത വിധത്തിൽ, എൻ്റെ അമ്മയ്ക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ ജീവിക്കാൻ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ അമ്മമാരെയും സമർപ്പിക്കുകയാണ്. മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഇന്നത്തെ പ്രാർത്ഥന ഇതാണ്. മാതാപിതാക്കൾക്ക് അഭിമാനം നൽകുന്ന മക്കളായി വളർന്നു വരാൻ കർത്താവെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണേ എന്ന്. ഞങ്ങളുടെ വാക്ക് കേട്ട്, ഞങ്ങളുടെ പ്രവൃത്തികൾ കണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശം കണ്ട് വീട്ടിലിരിക്കുന്ന അമ്മമാരെക്കുറിച്ച് ലോകം നല്ലത് പറയുന്ന വിധത്തിൽ, അവരെ വാഴ്ത്തിപ്പാടുന്ന വിധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന്, ഞങ്ങളുടെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അമ്മമാർക്ക് അഭിമാനം നൽകത്തക്ക വിധത്തിൽ ജീവിക്കാൻ കൃപ തരണമേ എന്ന വലിയ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കാം. അവിടുത്തെ അനുഗ്രഹം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറങ്ങുന്നതിന് മുൻപൊന്ന് ഫോൺ എടുക്കണം. അമ്മ എവിടെയാണെങ്കിലും ഒന്ന് വിളിക്കണം. തൊട്ടടുത്തുണ്ടെങ്കിൽ കൂടെ ചെന്നിരിക്കണം. മരിച്ചുപോയെങ്കിൽ അമ്മയെ ഇങ്ങനെ കണ്ണടച്ചൊന്ന് ഓർത്തെടുക്കണം. അമ്മമാരെ അമ്മമാർക്ക് അഭിമാനം കൊടുക്കത്തക്ക വിധത്തിൽ ജീവിക്കുമെന്ന് ഇന്ന് ഉള്ളിലൊരു ഉറച്ച തീരുമാനവുമായിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. പരിശുദ്ധ അമ്മ വഴി സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.